നേരത്തെ ഒരു ഒഴിവുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ. കാരണം ഇപ്പം 3 വരെ ആക്കി. 3 വരെ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾ കൊള്ളാവുന്ന ഒരാൾ ഇരുന്ന് ഒരു അഭിപ്രായം പറഞ്ഞൊരു തീരുമാനം എടുക്കുന്നത് സഹിക്കാൻ ഒക്കെയല്ല. അപ്പോൾ അത് 3 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഭൂരിപക്ഷത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ, ഏത് തീരുമാനത്തിൻ്റെ ആയാലും. അപ്പോൾ അങ്ങനെ വന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കൂടാതെ 2 ഇലക്ഷൻ കമ്മീഷണർമാരും എന്നുള്ളതാണ്. അതിൽ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ, ഇപ്പോൾ രാജീവ് കുമാറിൻ്റെ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റൊരാളുടെ ഒഴിവുണ്ടായിരുന്നു. പിന്നെ അരുൺ ഗോയൽ അടുത്ത ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹം ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നതേ ഉള്ളൂ, നമുക്കറിയില്ല. അത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് അബ്രപ്റ്റായിട്ട്, അതായത് 2027 വരെ കാലാവധിയുള്ള ആളാണ് ഈ അരുൺ ഗോയൽ ആയിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരു 2.5 വർഷം ഇയാൾക്ക് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടിരിക്കാം. കാര്യം രാജീവ് കുമാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷത്തോളം കിട്ടും. എന്നിട്ടും അയാൾ രാജിവെക്കുന്നു. അപ്പോൾ അതിൻ്റെ 2 കാര്യങ്ങളാണ് ആ സംശയത്തിലുള്ളത്. അതിൻ്റെ ഗവൺമെൻറ് വെളിവാക്കിയിട്ടില്ല, കാരണം വെളിവാക്കിയിട്ടില്ല. ഇയാളുടെ രാജിക്കത്തിൽ വല്ലതും ഉണ്ടോയെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല. കാരണം രാജിക്കത്ത് നേരെ രാഷ്ട്രപതിക്ക് അയച്ചാണ്, രാഷ്ട്രപതി അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒന്ന് പറയപ്പെടുന്നത് ഇയാളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ട് ഉള്ള ബുദ്ധിമുട്ട്, അഭിപ്രായ വ്യത്യാസം, ഈ വൃത്തികെട്ട തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല, ഇയാളും കൂടെ ചേർന്ന്, അതായത് ഇപ്പോൾ 2 കാര്യങ്ങൾ വന്നു. ഒന്ന്, ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള ആ തർക്കത്തിൽ NCPയുടെ കാര്യത്തിൽ ആ ഇലക്ഷൻ ചിഹ്നം അവാർഡ് ചെയ്യുന്ന ആർക്കാണെന്നുള്ളതിനെ കുറിച്ച് വന്നു കേട്ടോ. അത് അൺഫോർച്ചുനേറ്റ്ലി അത് പിരിഞ്ഞു പോയവന് കൊടുത്തെന്നുള്ളതാണ് അത് സംഭവിച്ചേക്കുന്നത്. ഒന്ന് ഇതേപോലെ പിന്നെ ഏതായിരുന്നു, ശിവസേനയുടെ ആ പ്രശ്നത്തിലും അതും പിരിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കിയ ആളുകളുടെ കയ്യിൽ നിന്ന് അത് പോയി വേറെ ആളിന് പോയി ചിഹ്നം. ഇതൊക്കെ തീരുമാനിച്ചത് ഇത് ഞങ്ങളുടെ ഐകകണ്ഠ്യേന എടുത്ത തീരുമാനമാണെന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈ രാജീവ് കുമാറിൻ്റെ പറഞ്ഞേക്കുന്നത്. ഐകകണ്ഠ്യേന എടുത്ത തീരുമാനമാണ്. പക്ഷേ അതിന് വിയോജനക്കുറിപ്പ് എഴുതിയതും അതിനെ എതിർത്തതുമാണ് അരുൺ ഗോയൽ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അയാൾക്ക് മുമ്പോട്ട് ഇതിൽ തുടരാൻ ഒരു നിവൃത്തിയില്ലാതെ, നിർവാഹമില്ലാതെ വന്നപ്പോൾ രാജിവെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം തന്നെയാണ്, വേറെ ഒന്നും അല്ലല്ലോ. പക്ഷേ അത് പുറത്തു വരാതിരിക്കാനായിരിക്കും മിണ്ടുന്നില്ല. പിന്നെ വേറെന്ന് പറയപ്പെടുന്നത്, ഇങ്ങനെ ഈ പോകുന്നവർക്കും ഒക്കെ ചില അപകർഷണങ്ങൾ വെച്ച് നീട്ടാറുണ്ട് കേട്ടോ. അത് പറഞ്ഞു തരുന്നത് എന്താ അറിയോ, ഈ അരുൺ ഗോയൽ ഉടനടി ഒരു മന്ത്രിയായിട്ട് ചാർജ് എടുക്കും, കേന്ദ്രമന്ത്രിയായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ അദ്ദേഹം മത്സരിച്ച് MP ആവും. ഇങ്ങനെ ഒരു ധാരണയുണ്ട്. ഇനി എന്താ ഇതിൻ്റെ കാരണമെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല. നമ്മൾ പൊതുജനങ്ങൾ ഇങ്ങനെ വിഡ്ഢികളും കഴുതകളുമായിട്ട് ഉള്ള ആളുകളാണ് എന്ന് ഇവരൊരു കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ അത് ജനങ്ങളൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയാണ്, നമ്മളിങ്ങനെ വിഡ്ഢികളും കഴുതകളുമായിട്ട് മാറിക്കൊണ്ടിരുന്നാൽ മതി എന്നും ആ രീതിയാണ്. ഇന്ത്യയുടെ പരമാധികാരികളെന്നറിയപ്പെടുന്നതാണ് ഇവിടുത്തെ വോട്ടർമാർ കേട്ടോ. ആണ് ഇതുപോലെ കഴുതകളും അതുപോലെ വിഡ്ഢികളുമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളത് ചിന്തിക്കണം. അപ്പോൾ ഇനിയായാലും ഈ അപ്പോയിൻമെൻറ്റ് എങ്ങനെ വരുമെന്നുള്ളത്, ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. വേറെ ആരും ഏതോ രാഷ്ട്രീയക്കാരനെ അവർ ഏതാണ്ട് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരും. അപ്പോൾ ചീഫ് ജസ്റ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എടുത്ത് ദൂരെ മാറ്റിയേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഈ അടുത്ത സമയത്ത് അതായത് ബംഗാളിലെ ഈ കർണാടകയിലെ ഒരു MP, BJP MP ഒരു പ്രസ്താവനയും നടത്തി. ഏത് പ്രസ്താവനയും നടത്താമല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 400-ൽ പരം സീറ്റ് ഞങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3/2 ഭൂരിപക്ഷം ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും ആയിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റി കുറിക്കുമെന്നാണ്. എന്നുവെച്ചാൽ കുറിപ്പാണ് ഇന്ത്യൻ ഭരണഘടനയെ. അതിനെക്കുറിച്ച് പറയുന്ന ആ വർത്തമാനമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് ആലോചിക്കട്ടെ. ഭരണഘടന എന്ന് പറയുന്ന വളരെ നമുക്ക് അതായത് വളരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഞങ്ങൾ മാറ്റി എഴുതുന്നു ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന വലിച്ചീർ കളയുന്ന അതിലും നല്ലത്. എന്നിട്ട് പറഞ്ഞാൽ മതി അത് ഭരണഘടന ഇവിടെ ആവശ്യമില്ല, കാരണം എന്ത് പറയാമല്ലോ, ഇവർക്ക് എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് BJPയുടെ ഒരു പ്രഖ്യാപിത നയമാണെന്ന് അവർ വെളിവാക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന മാറ്റും, മനുസ്മൃതി കൊണ്ടുവരുമായിരിക്കും ചിലപ്പോൾ. അതിനുവേണ്ടി ഭരണഘടന ഇവിടെ വേണ്ട. കാരണം ഇപ്പം ഇതേപോലെ ഇലക്ട്രൽ ബോണ്ട്
ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. കുചേലൻ പണ്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയപ്പോൾ, നല്ല ഉദാഹരണം കേട്ടോ, കുചേലൻ പണ്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയപ്പോൾ കൃഷ്ണനെതിരെ അന്വേഷണം വരുമായിരിക്കും, കൃഷ്ണന് വിവരം വെളിവാക്കേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത്രയും ആക്ഷേപിക്കുകയാണ് സുപ്രീം കോടതിയെ. ആക്ഷേപിച്ചിട്ട് വിവരം അപ്പോൾ കണ്ടത് കേട്ടോ, ഇന്നലെ കിട്ടിയത്. അപ്പം ഇത് ഈ രീതിയിലാണ് കാഴ്ചപ്പാട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ബി ജെ പിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ എം പി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇവിടെ ഇനി ജുഡീഷ്യറി ആവശ്യമില്ല. ഞങ്ങൾ കുറേ ആളുകളെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നാഗ്പൂർ ഉള്ള ആളുകളെ എല്ലാം കൂടെ തിരഞ്ഞെടുത്ത് അവിടെ വെക്കും, റെഡിയാക്കും. അത് ബി ജെ പി ആർ എസ് എസിലെയും പറ്റിയ ആളുകളെ അവിടെ എടുത്തു വെക്കും. അവർ തീരുമാനിക്കും ശരി ഏതാ തെറ്റേതാന്ന്. അത് മതി, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ അതാണ് എന്നവർ പറഞ്ഞാൽ അതല്ലയോ. ആ രീതിയിലാണ് പോകാൻ പോകുന്നത് കാര്യങ്ങൾ. ഭരണഘടന ഇങ്ങനൊന്നും അല്ല വേണ്ടത്, ഇതാണ് മനുസ്മൃതിയാണ് വേണ്ടത്. ഭരണഘടന വേറെ ഒന്നുമില്ല, ഈ അവകാശങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ വരേണ്യവർഗ്ഗങ്ങൾ ഇവിടെ ഭരിക്കും, അവർ നോക്കും, അവർണരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ചവിട്ടേറ്റ് കിടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഈ ഭരണഘടനയിൽ അപ്പോൾ എല്ലാ മൗലികാവകാശങ്ങളും ഒക്കെ എടുത്ത് കളയാം, എല്ലാം പോകാം. റൈറ്റ് ടു ഫ്രീഡം, അത് ആർട്ടിക്കിൾ 19 അതെല്ലാം കളയാം, ഈക്വാളിറ്റി കളയാം. പിന്നെ കളയേണ്ട ഏതാ? ജനാധിപത്യം. ജനാധിപത്യം കളയത്തില്ല, ഇതിൻ്റെ പേരിട്ട് അവരെ ഒരു ജനാധിപത്യം ഉണ്ടാക്കും. ഇപ്പം നടക്കുന്ന അതാണല്ലോ, അതാണ് ഇന്ത്യൻ ജനാധിപത്യം, അതങ്ങ് നടക്കും. പിന്നെ വേറെ ബാക്കി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതങ്ങളെ വിശ്വസിക്കാനുള്ള ഒരു മതം മതി, അതൊക്കെ അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മതിയല്ലോ. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കാരണം ഇതേപോലെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇങ്ങനെ ഈ വിധി വന്നു. യഥാർത്ഥത്തിൽ സർക്കാരിന് അത്രത്തോളം നാണക്കേടുണ്ടാകുന്ന കാര്യമാണ്. കാരണം സർക്കാരിൻ്റെ ഒരു ബാങ്കിനെ കൊണ്ട് ഇതുപോലെ സമയം ചോദിപ്പിക്കുകയാണ്. അത് വിവരം മൂടി വെക്കാനാണെന്നുള്ളത് വെളിവായി. എസ് ബി ഐയുടെ അഭിഭാഷകൻ വളരെ കഷ്ടപ്പെടുന്ന കണ്ടു. കാരണം അദ്ദേഹം കൺവിൻസ്ഡ് അല്ല ഈ കാര്യം പുറത്ത് പറയാനേ. ഇതിൻ്റെ സമയം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇത്രയും സമയം വേണ്ട എന്താണെന്നൊക്കെ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ, അത്രത്തോളം വലിയ കേസുകൾ മാത്രം നടത്തുന്ന, അത്രത്തോളം വലിയ ഫീസ് വാങ്ങിക്കുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ അഭിഭാഷകൻ അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും കാണാമായിരുന്നു കേട്ടോ. ആ രീതിയിലായി, ലോകം മുഴുവൻ കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഇടയുണ്ടാക്കിയത് ആരാണ്? ഇത് സർക്കാരിന് ആവശ്യമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് എസ് ബി ഐ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കൂ. ജനങ്ങൾ തിരിച്ചറിയണം.